അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം രാവിലെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിക്കാണും. അപ്പം പാപ്പന്മാർ തറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് വന്നതാണ്. രാവിലെ ആ വേസ്റ്റൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ എടുത്ത് നീക്കം ചെയ്തിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. അപ്പോൾ നീരിലോട്ട് അടക്കുന്തോറും തറി വൃത്തിയാക്കുന്ന കാര്യം കൂടുതൽ പ്രയാസമായി വരികയാണ്. അപ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് ആന ഇപ്പോൾ പട്ടയൊക്കെ താങ്ങി ഫൈറ്റിന് വേണ്ടി ഇരിക്കുകയാണ്. പാപ്പന്മാരുമായിട്ടുള്ള വഴക്കിന് വേണ്ടി ആൾ വേറെ എടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സഹിച്ചിട്ട് വേണം, ചിലപ്പോൾ ഏറി കിട്ടാം, ചിലപ്പോൾ ചാടിക്കും. അതെല്ലാം സഹിച്ചിട്ട് വേണം ഇതിൻ്റെ തറിയെല്ലാം വൃത്തിയാക്കി എടുക്കാൻ. അപ്പോൾ തന്നെ പാപ്പാന്മാരുടെ കമാൻഡൊന്നും അനുസരിക്കാൻ എനിക്ക് വയ്യ. ഒരു 100 വട്ടം പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ. അതും ആന മനസ്സോടുകൂടിയൊന്നുമില്ല, അങ്ങനെ കഷ്ടപ്പെട്ട് പറഞ്ഞ് ഏറൊക്കെ കൊണ്ട് സഹിച്ചാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അമരമൊന്നും ആന പൊക്കിയിട്ട് ഒന്ന് ഓടിച്ചൊന്ന് ബ്രഷിന് കഴുകാന്നുള്ള ഉദ്ദേശത്തിലാണ് പാപ്പന്മാർ നിൽക്കുന്നത്. ആളിപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ കമാൻഡൊന്നും അനുസരിക്കാതെ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ വട്ടം പിടിച്ച് നിൽക്കുക. അപ്പം ആനയുടെ ശ്രദ്ധ പരമാവധി മാറ്റിയിട്ട് വേണം, ഒരാളിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ചപ്പുമാന്തിക്ക് അതെല്ലാം പനമ്പട്ടയുടെ വേസ്റ്റും ബാക്കിയുള്ള അവശിഷ്ടങ്ങളെല്ലാം പെതുക്കനെ പിടിച്ച് മാറ്റാം. അങ്ങനെ പട്ടയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ശ്രദ്ധ പരമാവധി ഒരാളിലോട്ട് മാറ്റണം, അതിനുള്ള പണിയാണ് നോക്കുന്നത്. അപ്പോൾ ആനയോട് തന്നെ പറഞ്ഞ് നമ്മൾ വലിയ പട്ടയുടെയൊക്കെ വേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പറഞ്ഞ് ഇടിപ്പിക്കുന്നുണ്ട്. ആന ഇപ്പം ചെയ്തു തരുന്നുണ്ട് അതൊക്കെ. ഇപ്പം തലയിൽ വാശാൻ ഒരു പട്ടയുടെ കഷ്ണം എടുത്ത് വെച്ച് കളിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഓടിക്കാനുള്ള മൈൻഡിൽ ആന നിൽക്കുന്നത്. അതൊക്കെ സഹിച്ച് നമ്മൾ പെതുക്കനെ ആനയുടെ ശ്രദ്ധ മാറ്റിയിട്ട് വേണം ഈ തറിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. ഇപ്പം തറി വൃത്തിയാക്കാൻ വന്ന വിശാഖന് ആന വാണിങ് കൊടുക്കുന്നേ ഇപ്പം കാണുന്നത്. പട്ടയൊക്കെ എടുത്ത് തലയിൽ വെച്ച് ആന നികത്തി കാണിക്കുന്നുണ്ടില്ലേ, നീ എൻ്റെ അടുത്തോട്ട് വരരുത്, ഞാൻ നിന്നെ ഓടിക്കും എന്നുള്ള സൂചന ഇപ്പം ആന കാണിക്കുന്നത്. ഇപ്പം അടുത്ത സൈഡിലോട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി, പക്ഷെ ആളിങ്ങനെ നിൽക്കുക, വൃത്തിയാക്കാൻ സമ്മതിക്കാതെ ഞങ്ങൾ തലയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പം അമരം നിൽക്കുന്ന ഭാഗത്ത് ആ മൂത്രത്തിൻ്റെ കറയെല്ലാം ഒന്ന് ഓസിനടിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കുക. മറ്റവരൊക്കെ മാറി. ആന തറി വൃത്തിയാക്കാൻ സമ്മതിക്കാണ്ട് കുറച്ച് നേരത്തേക്ക് എല്ലാവരും മാറി നിന്നു. ഇപ്പോൾ ഉണ്ണിച്ചേട്ടനാണ് തറിയിക്കുന്നത്. പുള്ളിക്കാരൻ അമരം നിൽക്കുന്ന ഭാഗമെല്ലാം ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കളയുക. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ഉണ്ണിച്ചേട്ടൻ ഓരോന്ന് സംസാരിക്കുന്നതനുസരിച്ച് ആന എസ് അടിക്കുന്നത്, തുമ്പിക്കൈ വെച്ച് ഇങ്ങനെ ചീറ്റി. അത് ആനക്കാരൻ തമ്മിലുള്ള ആശയവിനിമയം നടക്കുന്നതിന് ആന ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് എന്ന് ആനക്കാരനോട് പറയുന്നതാണത്. ചിലപ്പോൾ ആന ഇങ്ങനെയൊക്കെ വിളിച്ച് ഞാൻ അംഗീകരിച്ചെന്നുള്ള രീതിയിൽ കള്ളത്തരമൊക്കെ കാണിക്കും. അതൊക്കെ ആനക്കാർക്കറിയാം. അത് മനസ്സിലാക്കിയിട്ടാണ് അവർ ആനയോട് പെരുമാറുന്നത്. ഇപ്പം വിശാഖ് വീണ്ടും ആനയുടെ തറിയിലോട്ട് കയറിയിട്ടുണ്ട്. അച്ചു ആ സൈഡിൽ നിന്ന് ആനയെ വിളിച്ച് ആനയുടെ ശ്രദ്ധ മാറ്റുന്നുണ്ട്. ആന ഇപ്പം അച്ചുവിനെ നോക്കിയാണ് ആന നിൽക്കുന്നത്. ആ ഗ്യാപ്പിലാണ് വിശാഖ് ആനയുടെ തറിയെല്ലാം പതുക്കനെ വൃത്തിയാക്കുന്നത്. അച്ചു ആനയോട് ചട്ടം പറയുന്നതിനനുസരിച്ച് ആന ആ ദേഷ്യം കൊണ്ട് ആന നല്ല കൊമ്പൊക്കെ കുത്തി കാണിക്കുന്നതാണ്. നല്ല രീതിയിൽ താലോട്ട് കൊമ്പ് കുത്തി കാണിക്കുക. അപ്പോൾ ദേഷ്യം കൊണ്ട് ഇപ്പോൾ ആന ഓരോന്ന് കാണിക്കുന്നത് നിങ്ങൾ നോക്കിക്കണം. ഭയങ്കര രസം അത് കാണാൻ.
അമരമൊക്കെ ഇട്ട് ഉരയ്ക്കുക ദേഷ്യം കൊണ്ട്. ആനെല്ലാം ഇട്ട് ഉരയ്ക്കുന്നു. അപ്പോൾ അവിടെ കിടക്കുന്ന മണ്ണും പട്ടയുടെ വേസ്റ്റ് എല്ലാം വാരി ഞാൻ തലയിടുന്നുണ്ട്. ആ ദേഷ്യം അവനോട് കാണിക്കുക. അപ്പം ബാക്കിൽ ആ തൂണിന് അത്രയും പൊക്കം കൊടുക്കാൻ കാര്യം ആനയുടെ ശരീരമൊക്കെ ഒന്ന് ഉരയ്ക്കാൻ വേണ്ടിയാണ്. അല്ല, ആനയ്ക്ക് ആ ശരീരത്തിനുള്ള ആ ഒരു അസ്വസ്ഥതയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ശരീരമൊക്കെ ഉരച്ച്, പിന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉരച്ച് മാറാൻ വേണ്ടി ആ ബാക്കിലത്തെ അത്രയും പൊക്കത്തിൽ തൂണ് കൊടുത്തേക്കും. ഏകദേശം ഒരു സൈഡ് വൃത്തിയാക്കി തീർന്നിട്ടുണ്ട്. ഈ ആനയെ അടുത്ത സൈഡിലോട്ട് വിളിച്ച് നിർത്തി വേണം അടുത്ത സൈഡ് വൃത്തിയാക്കാൻ. ആന കൊമ്പയിൽ ചങ്ങല എടുത്ത് വെച്ച് കൊമ്പ് വരച്ച് കളയുന്നത് ഒഴിവാക്കാൻ വേണ്ടി അപ്പം ആനയ്ക്ക് ലൂസിലൊരു റോപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത്. ആ ലൂസ് റോപ്പിൽ ആനയിട്ട് വലിക്കുന്നത്. അതുകൊണ്ട് ആന ചങ്ങല എടുത്ത് വെക്കത്തില്ല. ആ ലൂസ് റോപ്പ് എടുത്ത് കൊമ്പ് വെക്കുമ്പോൾ കൊമ്പിനൊന്നും വലിയ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ അച്ചുവിൻ്റെ നേരെയാണ് ആന ഇപ്പം നിൽക്കുന്നത്. അവൻ ദേഷ്യം പിടിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി ആനയെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അതാ അവൻ്റെ നേരെ ചാടിയിരിക്കുന്നത്. മറ്റവനെ വിശാഖ് ആ ഗ്യാപ്പിൽ തറയെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുന്നത്. കളിച്ച് ഇനി കിടക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. കാലൊക്കെ മടക്കാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു. ആന ആന കിടക്കുന്നു. ഇതാ അയാളെ കളി കുളിപ്പിക്കാടെ നമുക്ക് കുളിപ്പിക്കാം. ചായ ചാണ്ട കിടക്കുന്നു. ഓ റെസ്റ്റ് ആയ
ഇപ്പം വല്ലതും പറയുകയാണെങ്കിൽ ചാടി എണീക്കും. ഇപ്പോൾ ഇതാണ്ട് എഴുന്നേറ്റിട്ടുണ്ട്. ദേഷ്യം കാരണം എന്തോ ചെയ്യണമെന്ന് ആനയ്ക്ക് തന്നെ അറിയത്തില്ല. ആന കിടന്ന ഗ്യാപ്പിൽ വിശാഖന് കുറച്ച് വേസ്റ്റ് വരാൻ പറ്റിയിട്ടുണ്ട്. എഴുന്നേറ്റ ഉടനെ അവനെ തന്നെ അടിച്ചു. ഇപ്പോൾ ആനപ്പാപ്പന്മാരൊരു കഷ്ടപ്പാട്, റിസ്ക് നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അവരെന്തോരം കഷ്ടപ്പെട്ടാണ് ഒരു ആനയുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്നത്. പലപ്പോഴും പൊതുസമൂഹം ഇതൊന്നും അറിയുന്നില്ല. കമൻറ്റിൽ പലരും വേറെ ആനയുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പലരും ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആനകളെല്ലാം നീരി കയറി ഏകദേശം. ഇപ്പം ഊട്ടൊക്കെ എടുക്കുന്ന അല്ലറ ചില്ലറ ആനകളേ ഉള്ളൂ. നമ്മൾ ഈ നീര് കെട്ടിയിരിക്കുന്ന ആനയുടെ തറയിലൊക്കെ പോയി വീഡിയോ എടുക്കാൻ പരിചയമില്ലാത്തവരാരും സമ്മതിക്കത്തില്ല. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരമാവധി ഊട്ടിനൊക്കെ പോകുമ്പോഴൊക്കെ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അത് പൊതു സ്ഥലത്തൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കാനേ ആൾക്കാർ സമ്മതിക്കത്തുള്ളൂ. അത് പരിചയമില്ലാത്ത ഒരു ആനയുടെ തറയിലൊക്കെ നമ്മൾ ചെന്നിപ്പം അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം പല ആൾക്കാർ വീഡിയോ ഒക്കെ എടുത്ത് ഏത് രീതിയിലാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ എടുക്കാൻ സമ്മതിക്കാത്തത്. പരമാവധി നോക്കാം. ഇപ്പം പലരും ചോദിച്ചിട്ടുണ്ട് ആനയുടെ തറിക്ക് എന്താ ഇത്ര പൊക്കം കൂട്ടിയേക്കുന്നത്. കാര്യം അടുത്തൊക്കെ വയൽ പ്രദേശമാണ്. അപ്പം വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ തട്ടപ്പുറത്തൊരു വട്ടക്കാരുണ്ട്. പിന്നെ ഒരു വയലുകൾ ഇഷ്ടംമാതിരിയുണ്ട്. അന്നേരം അവിടെയൊക്കെ വെള്ളക്കെട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഈ വട്ടക്കാലൊക്കെ നിറഞ്ഞ് ഒരുപാട് വെള്ളം കയറി വരിക. അന്നേരം അത് വെള്ളം തറയിലോട്ട് കയറുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്രയും പൊക്കത്തിൽ തറി പണിഞ്ഞിട്ടുള്ളത്. അപ്പം തറി വൃത്തിയാക്കുന്നത് ഏകദേശം തീർന്നിട്ടുണ്ട്. ആനയുടെ കലാപരിപാടികളൊക്കെ നിങ്ങൾ കണ്ടു കാണും തറി വൃത്തിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനിയിപ്പം തറി വൃത്തിയാക്കിയിട്ട് ഇനി അവല് കൊടുക്കണം. ലേഹ്യമൊക്കെ ചേർത്ത് മരുന്ന് ചേർത്ത അവല് കൊടുക്കുന്നുണ്ടാണെങ്കിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എല്ലാം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. Oye.